ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഏറ്റവും നല്ല മാതൃക പരിപാടികളിൽ ഒന്നാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ കാസർഗോഡ് വെച്ച് നടന്നു വരുന്ന ഈ ജനസമ്പർക്ക പരിപാടി നൂറുകണക്കിന് പാവപ്പെട്ട രോഗികൾക്കും അതുപോലെ തന്നെ എത്രയോ വർഷങ്ങളോളമായി പരിഹാരം കാണാത്ത നിരവധി പ്രശ്നങ്ങൾക്കും ഇന്ന് പരിഹാരം കണ്ടെത്തി ഉത്തരവ് നൽകാൻ സന്മനസ് കാണിച്ച മുഖ്യമന്ത്രിയെ ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ മറ്റൊരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത വിധത്തിലുള്ള പാവപ്പെട്ട ആളുകൾക്ക്, സാധാരണക്കാർക്ക് ഏറ്റവും അധികം സഹായം നൽകിക്കൊണ്ട് ഇന്ന് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ മുമ്പോട്ട് വന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്, അഭിനന്ദനാർഹമാണ്. അതുപോലെ തന്നെ അവികസിതമായ കാസർഗോഡിൻ്റെ വികസന കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിച്ച താല്പര്യം ഏറ്റവും അധികം കാസർഗോട്ടെ ജനങ്ങളുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. കാസർഗോഡിൻ്റെ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഡോക്ടർ പ്രഭാകരൻ കമ്മീഷനെ നിയമിക്കുകയും അദ്ദേഹം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച് ആ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായതിൽ വളരെയേറെ സന്തോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ പുതിയ താലൂക്കുകൾ, അതോടൊപ്പം തന്നെ നിരവധി വൻകിട പദ്ധതികൾ നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാസർഗോഡ് അനുവദിക്കപ്പെട്ട ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ ശിലാസ്ഥാപന കർമ്മം നാളെ നിർവഹിക്കാൻ പോവുകയാണ്. നാളെ രാവിലെ ഈ എൻഡോസൾഫാൻ മേഖലയിലെ ഈ മെഡിക്കൽ കോളേജ് തീർച്ചയായും ഈ മേഖലയിലെ രോഗികൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.